നമ്മുടെ ശ്രദ്ധയെ നമുക്ക് സങ്കീർത്തനം 139 സങ്കീർത്തനത്തിലേക്ക് തിരിക്കാം. സാം 139. അതിൻ്റെ അവസാനത്തിലെ 2 വാക്യങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം ഞാൻ കേന്ദ്രീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. സാം 139 വേഴ്സസ് 23 and 24. ആ 2 വാക്യം പ്രാരംഭമായിട്ടൊന്ന് വായിക്കാമോ? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. വളരെ നമുക്കറിയാവുന്ന വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, സങ്കീർത്തനമാണ് 139. പ്രത്യേകിച്ചും ഇതിലെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരു പക്ഷെങ്കിൽ മനഃപാഠമാക്കി നമുക്ക് വളരെ അടുത്തറിയാവുന്ന നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ കൂട്ടി ചെയ്യുന്ന ചില വാക്യങ്ങളുണ്ട്. ഇപ്പം ഇതിനകത്തിൽ തന്നെ പറയുന്ന 7-ാം വാക്യത്തിലൊക്കെ നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് എവിടേക്ക് പോകും. ഇങ്ങനെയുള്ള ഈ സങ്കീർത്തനത്തിലെ പല ഭാഗങ്ങൾ നമുക്ക് വളരെ അടുത്തറിയാവുന്ന സങ്കീർത്തനമാണ്. ഇതിൻ്റെ അവസാനത്തെ 2 വാക്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുന്നേ ഈ സങ്കീർത്തനം എഴുതിയ സാഹചര്യം, അതേപോലെ തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ കണ്ടന്റ്, ഉള്ളടക്കത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ 23-24 വാക്യത്തിലേക്ക് വരാനാണ് താല്പര്യപ്പെടുന്നത്. പ്രാരംഭമായിട്ട് ഇത് എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അങ്ങനെ ആകുമ്പോൾ ഇത് രചിച്ചത് നമുക്കറിയാം, ദാവീദാണ്, രാജാവായിരിക്കുന്ന ദാവീദാണ്. ഇത് എഴുതാനുണ്ടായ, ഇങ്ങനെ ഒരു സങ്കീർത്തനം രചിക്കാനുണ്ടായ സാഹചര്യം നമ്മളൊന്ന് ചിന്തിക്കണം. വ്യക്തമായി ഓരോ സങ്കീർത്തനങ്ങളുടെയും പശ്ചാത്തലം കണ്ടുപിടിക്കുന്നത് പ്രയാസമാണെങ്കിലും ഈ വാക്യങ്ങളിൽ നിന്ന് ചില സൂചനകൾ നമുക്ക് ലഭിക്കും. സം ഹിൻസ് ആർ ദെയർ ഇൻ ദ സാം. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവിൻ. ദുഷ്ടനെ നിഗ്രഹിക്കണം. അടുത്ത ഭാഗത്ത് ഈ ദുഷ്ടനെ വിളിക്കുന്നത് എന്തുവാണ്? രക്തപാതകന്മാർ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബ്ലഡ് തേഴ്സ്റ്റി. ഒരു പക്ഷെങ്കിൽ ദാവീദിനെ കൊല്ലാൻ, അവൻ്റെ രക്തം നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ദാവീദിൻ്റെ ചുറ്റും ഒരു കൂട്ടം ആൾക്കാർ, ശത്രുക്കൾ കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർത്തനം രചിച്ചത്. മനസ്സിലാകുന്ന ഭാഷയിൽ എളുപ്പം എന്ന് പറഞ്ഞാൽ, ഒട്ടും അനുകൂലമല്ലാത്ത അതികഠിനമായ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ രചിച്ച ഒരു സങ്കീർത്തനമാണ് ഇത്. എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ ഔട്ട്ലൈൻ എന്തുവാണെന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ ദുഷ്ടന്മാർ വലഞ്ഞ് തൻ്റെ രക്തത്തിന് വേണ്ടി ആൾക്കാർ പുറകെ നിൽക്കുന്ന സമയത്ത് എന്തുവായിരിക്കും ഈ ദാവീദിന്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയതെന്ന് നമ്മൾ ഇതിന്റെ ആദ്യത്തെ ഭാഗങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാവും. തൻ്റെ ധ്യാനം എന്താണ്, തൻ്റെ ശ്രദ്ധ എന്താണെന്ന് ചോദിച്ചാൽ, ഹീസ് മെഡിറ്റേറ്റിംഗ് ഓൺ ഗോഡ്. സാഹചര്യം ഒട്ടും അനുകൂലമല്ല, പ്രതിസന്ധികൾ മാത്രമാണ്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ തൻ്റെ മെഡിറ്റേഷൻ ദൈവത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ആദ്യത്തെ വാക്യങ്ങളിലൊക്കെ കാണുന്ന ദൈവം ആരാണെന്നുള്ളതിൻ്റെ ഒരു, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു വിശദീകരണം നമുക്ക് കാണാൻ പറ്റും. ഒംനീഷ്യൻ ഗോഡ്, എല്ലാം അറിയുന്ന ഒരു ദൈവത്തെ താൻ ഇതിന് നടുവിൽ കാണുക എന്ന് പറഞ്ഞാൽ, ഈ ശത്രുക്കൾ എൻ്റെ ചുറ്റും വന്നതും ഇങ്ങനെ കഠിനമായ സാഹചര്യം വന്നു, പക്ഷെങ്കിൽ ഇത് ദൈവം അറിയാതെ അല്ല എന്നുള്ളൊരു ബോധ്യം തനിക്കുണ്ടാകുക. അവിടെ തീർന്നില്ല. രണ്ടാമതായിട്ട് കാണുന്നത് നമ്മൾ മുമ്പേ കോട്ട് ചെയ്ത വാക്യം, അങ്ങേ വിട്ട് ഞാൻ എവിടെ പോകും? ഭൂമിയുടെ അധോ ഭാഗത്തിലേക്ക് ഇറങ്ങിയാൽ അവിടെ ഉണ്ട്. ഞാൻ എവിടെ പോയാലും എന്നോടൊപ്പം ഇരിക്കുന്ന ഒംനിപ്രസന്റ് സർവ്വവ്യാപിയായ ദൈവം. എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഈ പ്രതിസന്ധികളിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ കൊല്ലാനാണ് ആൾക്കാർ നിൽക്കുന്നത്, പക്ഷെങ്കിൽ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് വിടാതെ കൂടെ നിൽക്കുന്ന ദൈവത്തെ താൻ കാണുക. അവിടെ തീരുന്നില്ല. ഒംനിപൊട്ടൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സർവശക്തി. എതിരെ വന്നിരിക്കുന്ന ശത്രുക്കൾ എൻ്റെ ജീവനെ അപഹരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവർ മല്ലന്മാരാണ്, എന്നെക്കാൾ ശക്തന്മാരാണ്.
പക്ഷെങ്കിൽ അവരെക്കാളും ശക്തിയുള്ള, ജീവൻ നൽകാൻ അധികാരമുള്ള ദൈവത്തിലേക്ക് തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട്. അതിപ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഞാൻ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഭക്തന് പ്രതിസന്ധികളുണ്ട്. പക്ഷെ പ്രതിസന്ധികളുടെ നടുവിൽ തീച്ചൂള സമാനമായ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വരാം. പക്ഷെ അതിന്റെ മധ്യത്തിൽ ആശ്വാസം പകരുന്നത് ദൈവമാരെന്നുള്ള ദർശനം അതിന്റെ നടുവിൽ ലഭിക്കുമ്പോഴാണ്. സാധാരണ പറ്റുന്നത് എന്താ? ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതിനോട് ബന്ധത്തിൽ പറഞ്ഞാൽ, സാധാരണ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഉടനെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ കാണുന്നത് ദൈവത്തിൻ്റെ ദർശനമല്ല, നമ്മൾ പിന്നെ കാണുന്നത് ഇരുട്ടുള്ള കറുത്ത കരങ്ങൾ, പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ പോരും പോരാട്ടവും ബന്ധനവും പിശാചും ആഭിചാരവും, ഇങ്ങനെയുള്ളത് മാത്രമേ നമുക്ക് പിന്നെ കാഴ്ച പിടിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ഇവിടെ ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്: എല്ലാം അറിയുന്ന ഒരു ദൈവം എന്നോടൊപ്പമുണ്ട്. എന്നെ ഒറ്റയ്ക്ക് വിടാതെ എൻ്റെ കൂടെ നിൽക്കുന്ന സർവശക്തിയുള്ള ദൈവം എന്നോടൊപ്പമുണ്ട്. ദൈവമക്കൾ തിരിച്ചറിയണം, നോ യുവർ ഗോഡ്, നോ ഹു ഈസ് വിത്ത് യു. നമ്മളെ ആത്മീകമായിട്ടൊക്കെ വളരെ മുന്നോട്ട് പോകണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മളെ കുരുക്കിയിട്ടിരിക്കുക. വലിയ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നു പോകുന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരോട് ഇന്ന് ഈ സന്ദേശത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പറയാ, കൂടെയുള്ളത് ആരെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പാട്ടുകാരൻ പാടിയൊരു പാട്ട് ഇങ്ങനെയാണ്, ഞാൻ അതിന്റെ വരികളൊന്ന് പറയാം. കരുത്തനായവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിടിച്ച് വേർപിരിക്കുവാൻ കഴിഞ്ഞിട. എൻ്റെ കരത്തെ പിടിച്ചിരിക്കുന്ന കരുത്തുള്ള ഒരുവനുണ്ട്. അങ്ങനെ ഒരുവൻ എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനും എന്നെ പിടിച്ച് മാറ്റാൻ പറ്റത്തില്ലെന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോ വിശ്വാസിക്കും കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഉണ്ടായിരിക്കേണ്ടത് അതിപ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് അവസാന ഭാഗത്തിലേക്ക് വരാൻ നോക്കണമേ. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ ദൈവത്തിന്റെ സർവജ്ഞാനം, ദി ഒംനീഷ്യൻസ് ഓഫ് ഗോഡ് ഈസ് സീൻ ഇൻ ദ ഫസ്റ്റ് 6 വേഴ്സസ്. ഈ ആദ്യത്തെ 6 വാക്യത്തിൽ അതിന്റെ 4ഉം 5ഉം വാക്യം ഒന്ന് നോക്കിക്കേ. 4-5 വാക്യങ്ങൾ. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേൽ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല എന്ന് പറയുമ്പോൾ ദൈവം സർവജ്ഞാനിയാണ് എന്നുള്ള ഒരു ആശയമാണ് 6 വാക്യത്തിൽ പറയുന്നത്. അടുത്ത വാക്യം 5-ാം വാക്യം. നീ മുമ്പും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. നീ മുമ്പും പിൻപും അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദ് ഒരു പിക്ചർ, എന്തിന്റെ പിക്ചറാണ്? ഒരു യുദ്ധത്തിന്റെ സിനാരിയോ. യുദ്ധം നടക്കുമ്പോൾ ഒരു പട്ടണത്തെ ആക്രമിക്കാൻ വേണ്ടി, പഴയ നിയമത്തിൽ പല വേദഭാഗങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു പട്ടണത്തെ ആക്രമിക്കാൻ വേണ്ടി ശത്രു വന്ന് ഈ പട്ടണത്തെ ചുറ്റും എന്തോ ചെയ്യും? പാളയമിറങ്ങി അവർക്ക് ഈ പട്ടണം വിട്ടു പോകാൻ പറ്റാത്തതുപോലെ ഇവരെ ചുറ്റി വളയും. മുൻപും പിൻപും അടച്ചെന്ന് പറഞ്ഞാൽ എസ്കേപ്പ് റൂട്ട് പിന്നില്ല. ആ പട്ടണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, എല്ലാം അടച്ചിരിക്കുക. ദാവീദ് പറയാ, അങ്ങനെ പട്ടണങ്ങളെ ശത്രു അടയ്ക്കുന്നത് പോലെ, ഈ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? നീ മുൻപും പിൻപും അടച്ചു എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ വഴി ഇപ്പൊ അടച്ചിരിക്കുന്നത് ആരാ? എല്ലാരും പറയുന്നില്ലല്ലോ. ദൈവം വഴി അടയ്ക്കുമോ ബ്രദറെ എന്നാണോ ചോദിക്കുന്നതെങ്കിൽ ആ വാക്യം ശരിക്കും നോക്കിയാൽ മതി. നീ മുൻപും പിൻപും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നത്. എന്തോ അവിടുത്തെ ആശയം എന്നറിയാം? ആദ്യത്തെ 6 വാക്യത്തിൽ പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ സർവജ്ഞാനത്തെ പറ്റിയാ. എന്ന് പറഞ്ഞാൽ ദൈവം സർവജ്ഞാനിയായതുകൊണ്ട് ചില വഴികൾ അടച്ചു. കാരണം എന്താ? ആ വഴി എടുത്താൽ അപകടത്തിലേക്ക് പോകുമെന്ന് ദൈവത്തിന് ജ്ഞാനമുള്ളത് കൊണ്ട് ചിലത് അടച്ചു. ദൈവത്തിന്റെ കരം വിരോധമായി വന്നു. നമ്മൾ ചിലപ്പോഴൊക്കെ ചോദിക്കത്തില്ലേ, എന്താ എൻ്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയേ, എന്താ എനിക്ക് ഉത്തരമില്ലാത്ത, എന്താ എൻ്റെ പ്രശ്നം എന്നും ഇങ്ങനെ നിലനിൽക്കുന്നേ? ട്രസ്റ്റ്
ഹിസ് omniscience. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുക. പറഞ്ഞു വരുന്ന ആശയം, സംടൈംസ് ഇൻ ലൈഫ്, ജീവിതത്തിൽ ചില സാഹചര്യത്തിൽ ദൈവത്തിന്റെ സർവജ്ഞാനം എൻ്റെ സുരക്ഷയായി വെളിപ്പെടും. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് അന്ന് ഞാൻ പറഞ്ഞാണ്, പ്രായത്തിൽ മുതിർന്നിരിക്കുന്ന അമ്മാമ്മമാരും അച്ചായന്മാരും ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ ജീവിതത്തിലേക്ക്. നീറുന്ന പ്രതിസന്ധി, മുന്നോട്ടിനെ ഒന്നും കാണാതെ നിലവിളിച്ചു, ദൈവമേ ഇങ്ങനെ വഴി, ദൈവം നീ പ്രവർത്തിച്ചേ തീരുവെന്നൊക്കെ നിലവിളിച്ച എത്രയോ സന്ദർഭങ്ങൾ. ചിലപ്പോൾ അത് രോഗമായിരിക്കാം, മാറിയുണ്ടായ രോഗമായിരിക്കാം, ഉത്തരം കിട്ടാതെ പോയ പ്രാർത്ഥനകളാകാം, അടഞ്ഞുപോയ ചില വാതിലുകളാകാം, സാമ്പത്തിക പ്രതിസന്ധിയാകാം. പക്ഷെങ്കിൽ ഇന്ന് അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ദൈവത്തിന്റെ കരുതലാണ്, അത് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആണെന്ന് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നവർ ഇവിടെ ഇല്ലേ? ഇറ്റ് വാസ് പെയിൻഫുൾ ദെൻ. അന്ന് ശരിയാ, വലിയ വേദനയുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ those incidents of denied divine help were actually moments of divine protection. ദൈവത്തിന്റെ സഹായം വരാതിരുന്ന സന്ദർഭങ്ങൾ പലതും ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു. ദൈവം എന്നെ കാത്തതാണെന്നുള്ള തിരിച്ചറിവ്, നടന്നു വന്ന വഴിയിൽ ദൈവം ചിലത് അടച്ചത് ഇന്ന് ഞാൻ വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടിയാണ്, ഇന്നും കർത്താവിൽ ആശ്രയമർപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ബോധ്യം. അങ്ങനെയാണെങ്കിൽ ജീവിത സാഹചര്യത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോഴും കർത്താവിന് പറയാനുള്ളത് ഇതാണ്. Sometimes you may find no solution to your problem. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണത്തില്ലായിരിക്കും. പക്ഷെ അങ്ങനെ പ്രശ്നം തന്നത് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കാൻ വേണ്ടിയാ. നമ്മൾ ചിലത് ദൈവം അടച്ചത്, ചില വഴികൾ ദൈവം അടച്ച് ദൈവത്തിന്റെ കരം എനിക്ക് ഭാരമായി വന്നുവെന്ന് തോന്നിയത് is that we will trust our God in order to keep you in faith. വിശ്വാസത്തിൽ നിർത്തുവാൻ, ദൈവാശ്രയം പഠിപ്പിക്കുവാൻ, ക്രിസ്തുവിനെ പോലെയാക്കുവാൻ, നിത്യമായ നന്മ കണ്ടിട്ട് ദൈവം ചിലത് അടച്ചിട്ടുണ്ട്. അത് ഓർത്ത് ദൈവത്തിന് സ്തുതിക്കാൻ കഴിയുന്നതാണ് ഭക്തന്റെ ലക്ഷണം. മറ്റൊരു പാട്ടെൻ്റെ ഓർമ്മയിലേക്ക് വരിക, നമുക്ക് പരിചയമുള്ള ഒരു പാട്ടാണ്. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങളെന്ന് പറഞ്ഞിട്ട് അടുത്ത വരികളിൽ പറയുന്നത് എന്തോ അറിയോ? എല്ലാ കുരിശുകൾക്ക് നന്ദി. ഇവനൊരു കുരിശാണല്ലോ എന്ന്, കുരിശിന് നന്ദി. തോൽവികൾക്ക് നന്ദി. അയ്യോ, പറയാൻ പറ്റുമോ? തോറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ടുകാരൻ പറഞ്ഞു, തോൽവികൾക്ക് നന്ദി. കണ്ണുനീരിന്, നമ്മൾ കണ്ണുനീരെന്ന് മാറുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ കണ്ണുനീരോർത്ത് നന്ദി പറയാ. കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, നിന്റെ സാന്നിധ്യം ആ കണ്ണുനീരിന്റെ സാഹചര്യത്തിൽ, ആ കുരിശെടുത്തോണ്ട് പോകുമ്പോൾ ആ തോൽവിയുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്, നീ മുൻപും പിൻപും അടച്ചു, നിന്റെ കൈ എനിക്ക് ഭാരമായി വന്നു. ഈ അറിവ്, ഇറ്റ് ഈസ് ബിയോണ്ട് മീ, എനിക്ക് ഊഹിക്കുന്നതിനും അപ്പുറത്താണ് അവിടുത്തെ ജ്ഞാനം. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുക. ഇന്ന് രാത്രിയിലും ചിലരെ ധൈര്യപ്പെടുത്താൻ ദൈവാത്മാവിന് ഈ വചനത്തിൽ കൂടെ താല്പര്യമുണ്ട്. മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ ആശ്രയം കൈവിടല്ലേ. ഹല്ലേലൂയ. പല സാഹചര്യങ്ങൾ എനിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനുണ്ട്, എല്ലാവർക്കും പറയാനുണ്ട്. കണ്ണുനീരിൻ്റെ വഴികളിൽ, ഒറ്റയ്ക്കെന്ന് തോന്നിയ വഴികളിൽ തമ്പുരാൻ കൂടെ നിന്നത്, അതങ്ങനെയുള്ള വഴികൾ അടച്ചതെന്താ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന് ചിലത് ചെയ്യാൻ വേണ്ടിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിലേക്ക് എന്നെ നടത്താൻ വേണ്ടി ചില കണ്ണുനീരിൻ്റെ പാതയിൽ കൂടെ തമ്പുരാൻ നടത്തിയത് ഞാൻ ഓർത്തു ദൈവത്തെ സ്തുതിച്ചു പോകുകയാണ്. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോകുന്നു. ഞാൻ അധികം ഭാഗങ്ങൾ ഇനിയും പറയാതെ നേരെ ഇന്ന് നമ്മൾ എടുത്ത അവസാന വാക്യത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുക. ഇതൊരു പ്രാർത്ഥനയാണ്. ഞാൻ ചില കാര്യങ്ങൾ പറയാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഈ സന്ദേശം ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തതാണ്.
പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് പാസ്റ്റർ ലീഡ് ചെയ്തപ്പോൾ ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഇത് തന്നെയാണ് ഞാൻ പറയേണ്ടത്. കാരണം പാസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാം. There are several questions that came into my mind. എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചോദ്യങ്ങൾ പാസ്റ്റർ രാവിലെ ചോദിച്ച ചോദ്യമാണ്. അതിനോട് ഞാനിവിടെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് എന്നോട് തന്നെ ചോദിച്ചതാണ്. The question is, ഈ പുൾപിറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ടോംസ് ആണോ ദ റിയൽ ടോംസ്? ഈ നിന്ന് പ്രസംഗിക്കുന്ന ഞാനാണോ ശരിക്കും ഞാൻ? ഇവിടെ എല്ലാവരും ഇപ്പം വളരെ നല്ലതായിട്ട് വന്ന് സ്തോത്രം സ്തോത്രം പാടി കൈ ഉയർത്തി കൈ താഴ്ത്തി എല്ലാവരും വളരെ വിശുദ്ധരായിട്ട് വന്ന് ഇവിടെ നിൽക്കുന്നു. ഈ ഇരിക്കുന്നവർ തന്നെയാണോ റിയലി? We must ask this question to ourselves. വീട്ടിൽ ചെല്ലുമ്പോൾ, രാവിലെ വീട്ടിലത്തെ കാര്യമായിരുന്നു, ഞാൻ അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ കാണുന്ന ടോംസിനെ തന്നെ ആണോ വീട്ടിൽ കാണുന്നത്? പ്രസംഗിക്കുമ്പം ഭയങ്കര ദൂതാ, പക്ഷെങ്കിൽ is that so? ഞാൻ മനസ്സിലാക്കിയത്, രാവിലത്തെ കേട്ടതിന്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, എല്ലാവരുടെയും ജീവിതത്തിൽ there is a big gap. When we become spiritual, നമ്മൾ ആത്മീയരായതിന്റെ ലക്ഷണം എന്തോ അറിയോ? ഈ ഗ്യാപ്പ് എന്തോ ചെയ്യും, കുറഞ്ഞു വരും. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ we need not act. നമ്മൾ പിന്നെ അഭിനയിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ കാണുന്നതിനാണ് the real me. ഇന്ന് ചെയ്യുന്നത് എന്തറിയോ? ഇന്ന് ചെയ്യുന്നത് ഇറ്റ്സ് എ സെൽഫ് ഇവാലുവേഷൻ. ദിസ് മെസ്സേജ് ഇസ് എ സെൽഫ് ഇവാലുവേഷൻ ഫോർ എവ്രി വൺ. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ. ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം എന്നോട് ദ ലോർഡ് ടോക്ക് ടു മീ വെരി പേഴ്സണലി, ആൻഡ് ദാറ്റ്സ് വൈ ഐ സേ ദിസ് അഗൈൻ. ഞാൻ ഈ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ ഞാൻ വായിച്ചൊരു കാര്യം പറയാം. ആ പ്രാർത്ഥന ഒന്നുകൂടെ വായിക്കാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. സോ ദാറ്റ് യു വിൽ ബി ഫെമിലിയർ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇറ്റ് ഈസ് എ പ്രെയർ. ഇത് ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെ പറ്റി ഒരു കമന്ററിയിൽ ഞാൻ വായിച്ചത്, ദിസ് ഈസ് എ ഡേഞ്ചറസ് പ്രെയർ. അപകടം നിറഞ്ഞൊരു പ്രാർത്ഥനയാണ്. കാരണം ആ കമന്റേറ്റർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ പ്രാർത്ഥന സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചാൽ വേദനയുള്ള ഒരു സർജറിക്ക് നാം നമ്മളെ തന്നെ വിധേയപ്പെടുത്തുന്നത് പോലെയാണ്. വാട്ട് മൈ പോയിന്റ്? ദർ ഈസ് എ സീരിയസ് ഡിസീസ്. നമ്മുടെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ട്, നമ്മളത് സമ്മതിക്കത്തില്ല. പക്ഷെ ഇതൊരു സമ്മതമാണ്. ഇത് സമ്മതിച്ച് നമ്മൾ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്താൽ വേദനയുള്ള ഒരു സർജറി ചെയ്യുന്നതിന് സമാനമാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത്, സ്റ്റിൽ ഇറ്റ് ഈസ് വാട്ട് എവ്രി വൈസ് ബിലീവർ ഷുഡ് ഡിസയർ. ബുദ്ധിയുള്ള ഓരോ വിശ്വാസിയുടെയും ആഗ്രഹം സത്യത്തിൽ ഇതായിരിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ വി വിൽ ബി ഡിഫറെന്റ് ഫോർ ഷുവർ. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, കർത്താവെ വന്നതുപോലെയല്ല മടങ്ങിപ്പോകുമ്പോൾ. അത് ഇന്ന് സംഭവിക്കുക. നമ്മൾ റിയൽ ആയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഈ ഒഴിഞ്ഞ പാത്രം നിറഞ്ഞായിട്ട് അതെനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ചിലത് ഒഴിച്ചിട്ട് നമുക്ക് പോകേണ്ടി വരും. ഉള്ളിലിരിക്കുന്ന ചില വേണ്ടാത്തതൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് കർത്താവിനുമായിട്ട് നമുക്ക് പോകേണ്ട അനുഭവം ഉണ്ടാവും. ദിസ് പ്രേയേഴ്സ് മീനിങ്. അതാണ് ഈ പ്രാർത്ഥനയുടെ അനുഭവം. യു വിൽ നെവർ ബി ദ സെയിം ഇഫ് യു പ്രേ സിൻസിയർലി. നമ്മൾ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഞാൻ ഉൾപ്പെടെ. നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അതിന് മറുപടി കർത്താവ് തന്നാൽ യു വിൽ നെവർ ബി ദ സെയിം. ലെറ്റ് us look into this prayer. ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ നോക്കുന്നതിന് മുന്നേ, ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരും. പക്ഷെ അതിന് മുന്നേ ഞാൻ 1-2 കാര്യങ്ങൾ ഈ ഔട്ട്ലൈൻ, ഈ ഇതിൻ്റെ ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പറയാൻ താല്പര്യപ്പെടുക. ഫോർ എക്സാമ്പിൾ, നോക്കണം, ഈ സങ്കീർത്തനത്തിൽ എത്ര വാക്യമുണ്ട്? എത്ര 139? 24 വാക്യം. 24 വാക്യത്തെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുക. 24 ഡിവൈഡ് ബൈ 4 എത്ര? 24 ഡിവൈഡ് ബൈ 4 എത്ര വാക്യ? 6. അപ്പം 4 ഭാഗമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. 4 ഭാഗങ്ങളിൽ ആദ്യത്തെ 3 ഭാഗം, അതായത് 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ കാണുന്നത്, ആ ബൈബിൾ ഉള്ളവരെല്ലാം ബൈബിളിൽ നോക്കിക്കോ, ഞാൻ ചില വാക്യങ്ങളാണ് വായിക്കുന്നത്. 1 to 6
ആദ്യത്തെ ഭാഗം 1 മുതൽ 6 വരെ ദൈവത്തിന്റെ സർവജ്ഞാനം, ഒംനീഷ്യൻസ് ഓഫ് ഗോഡ്. അതെങ്ങനെ ആ വാക്യത്തിൽ കാണുന്നത് നോക്കിക്കേ. ആ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം വാക്യം കാണുന്നവരൊക്കെ ചേർന്ന് വായിച്ച് ദൂരത്ത് നിന്ന് എന്റെ നടപ്പും കിടപ്പും നീ ചോദന ചെയ്തെന്ന് പറഞ്ഞാൽ യു നോ എവറിത്തിങ്, നിനക്കെല്ലാം അറിയാം. യു ആർ ഒംനീഷ്യൻ ഗോഡ്. ആദ്യത്തെ 6 വാക്യം അതാണ് കാണുന്നത്. രണ്ടാമത്തെ ഭാഗം, അതായത് 7 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ കാണുന്നത് ഒംനിപ്രസൻസ് ആണ്. ഒംനിപ്രസൻസ് എന്ന് പറഞ്ഞാൽ സർവ വ്യാപി. ആ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. നിന്റെ ആത്മാവിനെ ഒളിച്ച് എവിടേക്ക് പോകും? തിരുസന്നിധി. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ സ്വർഗത്തിൽ പോയാലും ഭൂമിയിൽ പാർത്താലും ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയാലും എല്ലായിടത്തും ആരുണ്ട്? ദൈവമുണ്ട്. ഒംനിപ്രസൻസ് ഓഫ് ഗോഡ്. മൂന്നാമത്തെ ഡിവിഷൻ, അതായത് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഒംനിപൊട്ടൻസ് ആണ്. ഒംനിപൊട്ടൻസ് എന്ന് പറയുമ്പോൾ സർവശക്തി. ഇവിടെ ദൈവത്തിന്റെ ശക്തിയെ പറ്റി വിവരിക്കുന്നത് മനുഷ്യന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഭൂമിയിൽ മറ്റാർക്കും ജീവൻ നൽകാൻ കഴിയത്തില്ല. ജീവന്റെ ഉറവിടം ആരാണ്? ദൈവം മാത്രമാണ്. അപ്പൊ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാ, യു ആർ ഒംനിപൊട്ടന്റ്, യു ആർ ദ വൺ ഹു ഫോം മീ. എന്നെ മെനഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ ഫോം ചെയ്ത ദൈവം അങ്ങാണെന്ന് പറയുന്ന ദൈവത്തിന്റെ സർവശക്തിയുടെ വിവരണമാണ് 13 മുതൽ 18 വരെയുള്ള ഭാഗം. അതിനുശേഷം നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ഭാഗമാണ് വരുന്നത് 19 മുതൽ 24 വരെയുള്ള ഭാഗം. എന്തുവാന്ന് ചോദിച്ചാൽ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട്, മുകളിൽ പറഞ്ഞിരിക്കുന്ന എന്തുവാന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ തിയോളജി. ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്, അറിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടുള്ള സങ്കീർത്തനക്കാരന്റെ പ്രതികരണമാണ്. ഇറ്റ് ഈസ് എ റെസ്പോൺസ് ഓഫ് ദ സാമിസ്റ്റ് ടു വാട്ട് ഹി ഹാഡ് സെഡ് എബവ്. മുകളിൽ പറഞ്ഞിരിക്കുന്നതിനോടുള്ള ദാവീദിന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാർത്ഥനയാണ്. 19 വാക്യം മുതൽ 24 വരെ ഒരു പ്രാർത്ഥനയാണ്. പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളുടെ ഇത്രയും കാര്യം എന്തിനാ പറഞ്ഞതെന്നറിയാം? ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ചെയ്യുന്ന, എല്ലാവരും എന്നോട് ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്തുവാണെന്ന് പിന്നീട് നമ്മൾ ചിന്തിച്ചാൽ ഇടയ്ക്ക് അവിടെ ഇവിടെ കേട്ടാൽ നടക്കത്തില്ല. യു ഹാവ് ടു കം വിത്ത് മീ. എന്നോടൊപ്പം ഉണ്ടോ? സ്തോത്രം. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഈ വാക്യത്തിലേക്ക് വരണം. ഇവിടെ ദാവീദ് ചെയ്യുന്നത് തിയോളജിക്കലായിട്ട് ദൈവം ആരാണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്നിങ്ങനെയുള്ള അറിവുകൾ തനിക്കുണ്ട്. അത് വിശദീകരിച്ചു. അതിനുശേഷം അതിനോട് താൻ പ്രതികരിക്കുകയാണ്. അതിന്റെ അർത്ഥം he is applying the theology to his life. തൻ്റെ അറിവുകൾ കേവലം ബുദ്ധിയിലുള്ള അറിവായിട്ട് നിർത്തുകയല്ല, മറിച്ച് തനിക്കുണ്ടായ അറിവ് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്യം വായിക്കാം. 23, 24 നമ്മുടെ പ്രധാന വിഷയം. 23 വാക്യം നോക്കി. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ. ഇനി 1 വാക്യം നോക്കിക്കേ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1 വാക്യത്തിൽ, അത് പ്രാരംഭ ഭാഗത്തിൽ പറഞ്ഞത് യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫാക്ട്, ഒരു പൊതു അറിവാണ്. ദൈവത്തിനെല്ലാം അറിയാം. പക്ഷെ ആ അറിവിലേക്ക് ദാവീദ് തന്നെ സമർപ്പിക്കുക. എന്തു 23 പറഞ്ഞ്, എല്ലാം അറിയുന്ന ദൈവമേ നീ എന്നെ എന്തോ ചെയ്യണം? ശോധന ചെയ്യണം. ദാറ്റ് മീൻസ് ഹി ഈസ് സബ്മിറ്റിംഗ് ടു ദ നോളജ് ഹി ഹാഡ്. തനിക്കുണ്ടായിരുന്ന അറിവ്, ഗുഡ്, ദാറ്റ് ഈസ് റൈറ്റ്. ദൈവം എല്ലാം അറിയാം, ദൈവം എൻ്റെ വാക്ക്, പ്രവൃത്തി, ചിന്ത എല്ലാം അറിയാം. പക്ഷെ മറിച്ച് അവസാനത്തിലേക്ക് വരുമ്പോൾ ഹി ഈസ് അപ്ലൈയിങ് ടു ഹിസ് ലൈഫ്. ഞാൻ ഇന്ന് പറഞ്ഞു വരുന്ന കാര്യം പ്രാരംഭമായിട്ട്, ദൈവശാസ്ത്രം, തിയോളജി ഈസ് നോട്ട് മിയർ നോളജ്. ദൈവവചന കേൾവി കുറെ പോയിന്റുകൾ കൂടെ നമുക്ക് കിട്ടാനല്ല. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, പ്രസംഗത്തിന്റെ കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അതിനോടുള്ള സബ്മിഷൻ പലപ്പോഴും കാണുന്നില്ല.
This prayer is a call for us to submit our life to the knowledge of who God is. നിങ്ങൾ ഒരു നിമിഷം എന്നോടൊപ്പം ഒന്ന് ചിന്തിച്ച്, ഞാനത് ഇത്തിരി അങ്ങ് തിയോളജി മനസ്സിലാകുന്നില്ലെന്ന് വരാതിരിക്കാൻ ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ഒന്ന് രണ്ട് കാര്യം പറയാം. ഈ ഭാഗത്ത് ആദ്യത്തെ 6 വാക്യത്തിൽ ദൈവം സർവജ്ഞാനിയാണ്. ശരിക്കും നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? യെസ്, വി ഓൾ നോ. നമുക്ക് എല്ലാവർക്കും അറിയാം. ആസ് എ ഫാക്ട് ഒരു അറിവെന്ന വേണം നമുക്ക് ഇതെല്ലാവർക്കും അറിയാം, ദൈവം സർവജ്ഞാനിയാണ്. പക്ഷെ ഈ വാക്യത്തിൽ പറഞ്ഞതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ പറയുന്ന ഓരോ വാക്കും ദൈവത്തിനറിയാം. ഞാൻ പറഞ്ഞ വാക്കുകളുടെ ഉദ്ദേശം ദൈവത്തിനറിയാം. ദൈവത്തിന്റെ അറിവില്ലാതെ ഒരു വാക്കും എൻ്റെ വായിലില്ല. ഈ അറിവ് എനിക്കുണ്ട്. പക്ഷെ ഈ അറിവിൽ ഞാൻ ശരിക്കും എന്നെ സബ്മിറ്റ് ചെയ്താൽ, ഞാൻ എന്നെ അറിവിന് മുമ്പിൽ സമർപ്പിച്ചാൽ എൻ്റെ ജീവിതം മാറും. മാറണം. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ആവർത്തിക്കുക. ഈ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ വർത്താനം ഇച്ചിരി കുറയുന്നതല്ലേ നല്ലേ? എന്തിനാണ് ഞാൻ അത് പറഞ്ഞതെന്ന് പോലും അറിയുന്ന ദൈവം, എൻ്റെ നിരൂപണം, ഇന്റൻഷൻ അറിയുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ ഗോസിപ്പ്, അൺവാണ്ടഡ് ആയിട്ടുള്ള, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം, സ്ലാൻഡർ, ഇതെല്ലാം കുറയും. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മൾ കുറെ കേൾക്കുന്നുണ്ട്, ഞാൻ കുറെ പ്രസംഗിക്കുന്നുണ്ട്, ബട്ട് വൈ ദർ ഇസ് നോ ചേഞ്ച് ഇൻ പ്രിൻസിപ്പിൾ, ഇൻ ഫാക്ട്? നമുക്കറിയാം, അറിവുകളുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ചോദിക്കുന്നത് ഒരു സമർപ്പണത്തിലേക്ക്. ദൈവത്തിനെ പറ്റിയുള്ള അറിവുണ്ട്, പക്ഷെ അതിനു മുമ്പിൽ ഒരു സമർപ്പണം ഉണ്ടായാൽ ജീവിതത്തെ അത് മാറ്റണം. അതിനു വേണ്ടിയാണിതെല്ലാം. തീർന്നില്ല. ഒംനീഷ്യൻ ഗോഡ്, 2ാമത്തെ ഡിവിഷനിൽ ഒംനിപ്രസന്റ്, എല്ലായിടത്തും ഒരേപോലെ എന്നെ കാണുന്ന ദൈവം. അതൊന്ന് ചിന്തിച്ച് ഇവിടെ ഇരിക്കുന്ന മക്കളും, മോനെടാ നീ ഉൾപ്പെടെ ഒന്ന് ചിന്തിച്ചേ. ഞാൻ പോകുന്ന എല്ലാ വഴികളും ദൈവമുണ്ടെങ്കിൽ ചില കൂട്ടുകാരുമൊത്തുള്ള കറക്കങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കണം. കള്ളത്തരം പറഞ്ഞ് കറങ്ങാൻ പോയത് വേണ്ടെന്ന് വെക്കണം. സ്കൂൾ പിള്ളേരുടെ ഇതിൽ പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റഡിയാണ്, ട്യൂഷനാന്ന് പറഞ്ഞ് കറങ്ങാൻ പോയത് കണ്ട ദൈവമുണ്ട്. പ്രായമുള്ളവരാണല്ലോ കൂടുതൽ. വീട്ടിൽ ഇന്നും ജോലിയുണ്ടോ അച്ഛാ? ഇന്നും ജോലിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ദൈവ വഴിക്ക് നിരക്കാത്തത് പോയത് കണ്ട ഒരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ several trips have to be cancelled. പല ട്രിപ്പുകൾ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, you cannot go where God cannot come with you. ദൈവത്തിന് നിങ്ങളോട്, എന്നോടൊപ്പം വരാൻ പറ്റാത്തിടത്ത് പോകാതിരിക്കുന്ന നിലയിൽ ഒരു സമർപ്പണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ പ്രാർത്ഥനയുടെ മുന്നോട്ട് പോകാം നമുക്ക്. ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം, ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. പോയിന്റ് എന്തുവാ? ഇത് പറയാ, ഇതെല്ലാം പറഞ്ഞിട്ട് പറയാം, എല്ലാം ദൈവം അറിയുന്നുണ്ട്, പറയാ ദുഷ്ടനെ നീ നിഗ്രഹിക്കണം. കറക്റ്റ് പോയിന്റ് അല്ലേ? The wicked will be judged. പക്ഷെങ്കിൽ ചോദ്യം, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ, if there is anyone who has not trusted in the gospel, സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത, ഇതുവരെയും യേശുവിൽ ആശ്രയം അർപ്പിക്കാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, this has to frighten us. ഇത് നമ്മളെ പേടി സ്വപ്നമായിട്ട് വരണം. കാരണം എന്താ? എല്ലാം അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും? You cannot stand unless and until through the gospel. സുവിശേഷം കൂടാതെ എല്ലാം അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് കഴിയത്തില്ലെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അത് അവിശ്വാസികൾക്ക് വേണ്ടി പറയുമ്പോൾ തന്നെ സഭയിൽ കൂടുന്ന നമ്മളോടും ഇതൊരു വാർണിംഗ് ആയിട്ട്, that I am more cautious, ഞാൻ കൂടുതൽ ശ്രദ്ധ ഇതിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. The point is, പറഞ്ഞു വരുന്ന ആശയം is what is been preached and listened really in my life. ഞാൻ പ്രസംഗിക്കുന്നതും ഞാൻ കേൾക്കുന്നതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? വേറെ പല ഏരിയകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ,
ഇവിടെ സങ്കീർത്തനത്തിൽ പറഞ്ഞതല്ലാതെ തന്നെ വേറെ പല ഭാഗങ്ങൾ, ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രൈസ്റ്റ് ലവ് എന്ന് നമ്മൾ ദൈവസ്നേഹത്തെപ്പറ്റി ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു. ദൈവസ്നേഹത്തെപ്പറ്റി പ്രസംഗിക്കാൻ വേണമെങ്കിൽ നമുക്കറിയാം, പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ. ബട്ട് ദ പോയിന്റ് ഈസ്, why is that love not seen in the families? വാക്കിലുണ്ട്, പ്രസംഗത്തിലുണ്ട്, നോട്ട്സിലുണ്ട്, പക്ഷെ കുടുംബത്തിലുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുക. ചർച്ച് ഈസ് ദ പ്ലേസ് വെയർ ഗോഡ് ഡ്വെൽസ്. ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദൈവസഭ കൂടി വരുന്നതൊക്കെ വാക്കിൽ, പ്രസംഗത്തിലുണ്ട്. പക്ഷെ 1.5 മണിക്കൂർ കണ്ണ് തുറന്ന് പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. കാര്യം നമുക്കറിയാം, പക്ഷെ വൈ? ഗൗരവം എന്താ ഇല്ലാത്തെ? അലമ്പാക്കിക്കൊണ്ടിരിക്കുന്നവർ യോഗത്തിൽ കൂടുന്നല്ലോ, അതെന്നാ? അറിഞ്ഞില്ലേ ദൈവം ഉണ്ടെന്ന്? അറിയാം, ഇൻ പ്രിൻസിപ്പിൾ വി നോ, ബട്ട് ഈസ് ദാറ്റ് മേക്കിംഗ് എനി റെലവൻസ് ഓർ ആപ്ലിക്കേഷൻ ഇൻ അവർ ലൈഫ്? സുവിശേഷത്തെ പറ്റി നമ്മൾ പഠിച്ചു വരികയാണ്. അയോഗ്യരായ നമ്മളെ ദൈവം സ്നേഹിച്ചു, ഗുഡ്, ബട്ട് ആർ വി ഏബിൾ ടു ഫോർഗീവ് എ പേഴ്സൺ? നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? തെറ്റവന്റെ ഭാഗത്താ, റൈറ്റ്? ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഇൻ പ്രിൻസിപ്പൽ കാര്യങ്ങൾ ഫാക്റ്റായിട്ട് നമുക്കെല്ലാം അറിയാം, പക്ഷെ പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് വരുമ്പോൾ ഇത് കേവലം അറിവായി നിൽക്കാതെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്തോ അറിയോ കർത്താവേ, ഈ പഴയുന്ന കാര്യങ്ങൾ, ഈ കേൾക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അറിവ് കൂട്ടാനല്ല, പക്ഷെ അത് പ്രായോഗികമാക്കാൻ എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നത്, തിയോളജി, ഈസ് ഇറ്റ് ഇൻക്രീസിങ് യുവർ ഫാക്ട്സ് ഓർ ആർ യു പുട്ടിങ് ഇറ്റ് ടു പ്രാക്ടീസ്? സെക്കൻഡ് തിങ്, രണ്ടാമതായിട്ടൊരു ഒബ്സർവേഷൻ. ഈ 18 വരെയുള്ള വാക്യത്തിൽ ദൈവത്തെ പറ്റി പല കാര്യങ്ങൾ വിവരിച്ചിട്ട് അവസാനത്തെ 6 വാക്യം, അതായത് 19 മുതൽ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൽ നിന്നൊരു കാര്യം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുണ്ട്. നോക്കണേ, 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവിൻ. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. ശ്രദ്ധിക്കണം, ആ വാക്യം എല്ലാവരും കേട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. 19 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ പ്രധാന വിഷയം എന്തുവാ? ദുഷ്ടനെ നീ നിഗ്രഹിക്കണം, ശത്രുവിനെ നീ ഞാൻ വെറുക്കണ്ടേ, അവർ നിന്റെ ശത്രുക്കളെ, ഞാൻ അവരെ വെറുക്കണം, ശത്രുവിനെ നശിപ്പിക്കണം, അവരുടെ മേൽ ന്യായവിധി വരണം. ഇതിങ്ങനെ വാദോരാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. അതാണ് 23 ആയപ്പം പ്രാർത്ഥനയുടെ വിഷയം അവരെ നശിപ്പിക്കുന്നതിന് പകരം ഹൃദയത്തിലേക്ക് മാറി. ഇവിടെ കാണേണ്ട 2 തരത്തിലുള്ള പ്രാർത്ഥന എന്തോ അറിയോ? റിക്വസ്റ്റ് ഓൺ യുവർ ലിപ്സ്, റിക്വസ്റ്റ് ഓഫ് ദ ഹാർട്ട്. വാക്കിലുണ്ട്, പക്ഷെ വാക്കിൽ പറയുന്നതാണോ ഹൃദയത്തിലുള്ള പ്രാർത്ഥനാ വിഷയം? മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞു തരുന്ന കാര്യത്തിലുള്ളൂ, ഹാർട്ട്ലെസ് പ്രെയർ. എനിക്കറിഞ്ഞൂടെ അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന്. നമ്മൾ വാക്ക് കൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ ഇതൊന്നുമല്ല. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്കെല്ലാം നമ്മുടേതായ സെറ്റ് മോഡൽ പ്രേയേഴ്സ് ഉണ്ട്. പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. ആ പ്രാർത്ഥനയുടെ രീതിയിലേക്ക് പാസ്റ്റർ പറയുന്ന വിഷയം കൂടെ ചേർത്ത് കഴിയുമ്പോൾ ആ വിഷയത്തിനുള്ള പ്രാർത്ഥന, എല്ലാവർക്കും അവരുടേതായ വിഷയമുണ്ട് പ്രാർത്ഥനയ്ക്ക്. ബട്ട് ഞാൻ നമ്മുടെ ഇടയിലല്ല, നിങ്ങൾ നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയാൽ മതി. പൊതുവെ കണ്ട ഒരു കാര്യം, ഇൻ മൈ ലിമിറ്റഡ് എക്സ്പീരിയൻസ്, we Pentecostals, we can pray for the person we hate the most
നമ്മൾ ഏറ്റവും വെറുക്കുന്ന ആളെ പറ്റി എന്ന് പറഞ്ഞാൽ കുറെ പേര് കൂടിയിരുന്നിട്ട് ഒരാൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു കഴിഞ്ഞ അവസാനം നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ അവനെ അനുഗ്രഹിച്ച്. ഹൃദയത്തിൽ ഇരിക്കുന്നത് അവൻ അങ്ങനെ തന്നെ രോഗസൗഖ്യം കർത്താവേ അവനെ ഇപ്പോൾ എന്നൊക്കെ പറയും. പക്ഷെ ഉള്ളിലിരിക്കുന്ന എന്താ അറിയോ, അവന് രോഗമൊക്കെ വരണം, എന്നാലല്ലേ അവൻ പഠിക്കത്തുള്ളൂ. യെസ്, ഞാൻ കുറച്ചും കൂടെ പറഞ്ഞാൽ ഒരു വിഷയം, ഒരു സാമ്പത്തിക ഞെരുക്കം, പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് വിടുതൽ വഴി മറ്റേത് ഇങ്ങനെ പറയാ. പക്ഷെ ആശീർവാദം ആമേൻ കഴിയുമ്പോൾ തന്നെ പറയും, അല്ലേലും ഇങ്ങനത്തെ കുറച്ചൊക്കെ വന്നാലേ അവനൊക്കെ. സോ യു സീ ദ ഡിഫറൻസ്. അവനെ നശിപ്പിക്കണം. ഞാനിത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം, കുറച്ചും കൂടെ ഡീറ്റെയിൽ പറഞ്ഞാൽ. എസ്പെഷ്യലി പ്രേയേഴ്സ് കണക്റ്റഡ് ടു പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷൻ, പേഴ്സണലായിട്ട് ഉണ്ടാകുന്ന വിശുദ്ധീകരണം, ഈ ഡിസൈപ്പിൾഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥന പോലും, യു നോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ബി ജസ്റ്റ് ഇൻ അവർ ലിപ്സ്. ജസ്റ്റ് വാക്കിൽ മാത്രം ഇത് നിൽക്കും. ഇത് പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ ആവല്ലെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്നെ ഉൾപ്പെടുത്തി പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, നമുക്ക് മനസ്സിലായി ഇപ്പം സമ്പത്ത്, ഗ്രീഡ്, ദിവ്യാഗ്രഹത്തെ പറ്റി പ്രസംഗം കേട്ടു നമ്മളെല്ലാം മനസ്സിലായി, നോട്ട്സ് എല്ലാം കൃത്യം എഴുതി, കാര്യമെല്ലാം കേട്ടു. പക്ഷെ ദിവ്യാഗ്രഹം എടുത്തു മാറ്റണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നേ. പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ കേവലം ഇത് വാക്കിൽ എൻ്റെ അഹങ്കാരത്തെ എടുത്ത് നീക്കണമേ, ഉന്നത ഭാവത്തെ മാറ്റണമെന്ന് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അത് പ്രസംഗിച്ചു വിലിപ്പിലാണ്. ശരി, അത് ഞാൻ തന്നെ ചിന്തിച്ചു. നമ്മൾ പ്രസംഗം ഇങ്ങനെ കാര്യം പോകുന്നുണ്ട്, കാര്യമെല്ലാം പറയുന്നുണ്ട്, പക്ഷെ അത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഞാൻ താഴ്മ ധരിച്ച് യേശുവിൻ്റെ മാതൃക കാല് കഴുകിയ യേശുവിൻ്റെ മാതൃക നമുക്കത് പറ്റത്തില്ല. നമ്മൾ അതുമായിട്ട് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ എന്തോ ഉണ്ട്, വാക്കിൽ ഇതുണ്ട്, പക്ഷെ നമ്മളത് റിയലി ചെയ്യാൻ വില്ലിങ് അല്ല. നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ? ഇവിടെ ദാവീദ് പ്രാർത്ഥിച്ച പോലെ, search my heart, is it really there in my heart? പ്രാർത്ഥന. ഒന്ന്, ദൈവത്തെ പറ്റിയുള്ള അറിവ്. രണ്ട്, പ്രാർത്ഥന. മൂന്നാമത്തെ കാര്യം, ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചല്ലോ. ആ വാക്യത്തിൽ പറയുന്ന കാര്യമെല്ലാം മറ്റൊരാളെ പറ്റിയാ. ആരെ പറ്റിയ? ദുഷ്ടൻ, ശത്രു, രക്തപാതകൻ എന്ന് പറഞ്ഞാൽ, കർത്താവെ അവരാരും നല്ലവരല്ല, അവരെയെല്ലാം എന്തോ ചെയ്യണം? നശിപ്പിക്കണം. പക്ഷെ ഈ 22 കഴിഞ്ഞ് 23 ഈ പ്രാർത്ഥനയുടെ ടോൺ മാറാനുണ്ടായ ഒരു കാരണം, ഒരു പക്ഷെങ്കിൽ പ്രാർത്ഥിച്ചു വന്നപ്പോൾ തനിക്ക് ബോധ്യായി, അയ്യോ അവരെ പറ്റി പറയുന്ന പല പാപവും എവിടെ ഉണ്ട്. മനസ്സിലായോ? മറ്റുള്ളവരെ പറ്റി ശക്തമായി പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ന്യായവിധി വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ പറഞ്ഞ പലതും തമ്പുരാൻ ശോധന ചെയ്താൽ എൻ്റെ ഉള്ളിലും ഉണ്ട്. ടോൺ മാറി. അവരെ നശിപ്പിക്കുന്നത് പോലെ എന്നോട് ദൈവം ഇടപെട്ടാൽ ഞാനില്ലാതാവും. സോ ലോർഡ് പ്ലീസ് സെർച്ച് മീ. മീനിങ് ഇവിടെ സംഭവിക്കുന്നത് എന്താ അറിയോ? അതർ സിൻ. ഞാൻ അതിന് ആപ്ലിക്കേഷൻ പറയാം, അപ്പോൾ യു വിൽ മനസ്സിലാക്കാൻ എളുപ്പമാകും. ഉദാഹരണത്തിന്, നിങ്ങളെല്ലാവരും എന്നോട് ഇത് അംഗീകരിക്കും, നിങ്ങളെല്ലാവരും എന്നോട് യോജിക്കുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് ഈസി ഫോർ മീ, എനിക്ക് മറ്റൊരാളുടെ വീഴ്ച, പാപം കാണാനാണ് എളുപ്പം എൻ്റേത് കാണുന്നതിനേക്കാളും. ഉദാഹരണം, ഒരാളൊരു പാപം ചെയ്തെന്ന് ഓർക്കുക, ഒരു തെറ്റ്, എനിത്തിങ്, നമ്മൾ ഉടനെ പറയും, എന്നാലും അവൻ അങ്ങനെ ചെയ്യാമോ, അയ്യോ, നമ്മളതൊരു വലിയ സംഭവമായിട്ടാക്കും. പക്ഷെ നമ്മളത് ചെയ്താലോ, അത് ഒന്നുമില്ല, എല്ലാവരും അങ്ങനെ. അതല്ലേ യേശുവും പറഞ്ഞേ, സഹോദരന്റെ കണ്ണിലെ, നമ്മുടെ കണ്ണിൽ ഓൾറെഡി ഇല്ല, പക്ഷെ ഇത് വെച്ചോണ്ട് എങ്ങനെ അത് കണ്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്കെന്തോ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പോയിന്റ് എന്താ അറിയോ? വി കവർ our sins. നമ്മളുടെ പാപത്തെ മറ്റൊരാളുടെ വീഴ്ചയിൽ മറച്ചു പിടിച്ചു. അത് ഘോഷിച്ചപ്പോൾ എന്റെ ഭാഗം ഞാൻ കവർ ചെയ്തു. ബട്ട് ഇൻ മൈ ഹാർട്ട്, അവൻ തെറ്റ് ചെയ്തു,
നീയോ? ഇന്ന് നമ്മളിലേക്കാണ് കർത്താവ് വെളിച്ചമടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇരുട്ട് നിറഞ്ഞ ആരും കാണാത്ത മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് ബോധ്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഇടുമ്പോൾ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. 1 അറിവ്, 2 പ്രാർത്ഥന, 3 പാപം, 4-മതായിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരുന്നത്. 4-മത്തെ കാര്യം പ്രാർത്ഥന. നിങ്ങൾ ഒന്നുകൂടെ വായിക്കണം. ഞാൻ പലവട്ടം ഇതിപ്പോൾ തന്നെ പറഞ്ഞു, എങ്കിലും അത് ആ വായിക്കുന്ന ആ ടോണിൽ തന്നെ വായിക്കണം. ഇതെല്ലാം ദൈവത്തെ പറ്റി പറഞ്ഞിട്ട് 19-ാം വാക്യം ആയപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പെന്തക്കോസ്റ്റൽ ഭാഷയിൽ പറഞ്ഞ പുള്ളിക്കാരൻ നിലത്തൊന്നും അല്ല, വേറൊരു ലെവലിലേക്ക് ഉയർന്നു കാണും. ആവേശം കൂടി അങ്ങ് പറയാ, ഇനി ഇവരെ എല്ലാം നശിപ്പിക്കണം, ആരും വേണ്ട, ദൈവമേ നീ പരിശുദ്ധനാണെന്നൊക്കെ പറഞ്ഞങ്ങ് ആവേശമാകുക. ക്വസ്റ്റ്യൻ, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ഉള്ളിൽ ഈ ചിന്ത വന്നത്, ശരിക്കും ഈ കാണിക്കുന്ന ആവേശം ഹൃദയത്തിലുണ്ടോ? ദി ഹോസ്റ്റിലിറ്റി ടു ദ അൺഫെയ്ത്ത്ഫുൾ, ഈ ദുഷ്ടന്മാരോട് പ്രഖ്യാപിക്കുന്ന ശത്രുത ശരിക്കും ദാവീദേ നിന്റെ ഹൃദയത്തിലുണ്ടോ? അപ്പൊ ദാവീദ് പ്രാർത്ഥന മാറി. ഞാൻ വായിച്ച ഒരു കാര്യം ഞാൻ വായിച്ച കാര്യം ഇതാണ്. Very beautifully does the lowly prayer of searching and guidance follow Samuel's burst of fire. എന്ന് പറഞ്ഞാൽ 19 മുതൽ എന്ത് വരുന്നു? ശത്രുവിനെല്ലാം വെടിവെച്ച് വീഴ്ത്തണം എന്നുള്ള നിലയിൽ അങ്ങ് ഭയങ്കര പ്രാർത്ഥന. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തായി? ഒരു താഴ്മ ധരിച്ചുള്ള ഒരു പ്രാർത്ഥന. എന്നിട്ട് ഇവിടെ ഈ എഴുത്തുകാരൻ പറഞ്ഞത് എന്താ അറിയോ? Many secret sins may hide under the cloak of zeal for the Lord. കർത്താവിന് വേണ്ടി ആവേശമാണെന്ന് പറഞ്ഞ് അതിൻ്റെ അടിയിലും എന്തോ പോകും, ചില പാപങ്ങൾ അങ്ങ് പോകും. ഉദാഹരണം പറയുമ്പോൾ എളുപ്പമാകും. ഉദാഹരണത്തിന്, ഈ ആഴ്ചയിൽ ഞാൻ ചെയ്ത പാപത്തിനെല്ലാം പരിഹാരമായിട്ട് ഇന്ന് ആവേശത്തോടെ ഇവിടെ കിടന്ന് പ്രസംഗിക്കുക എനിക്ക്. And I think നിങ്ങൾ ആരും ചിന്തിക്കത്തില്ല. You will not think, because ഞാൻ എന്തോരോ ആവശ്യത്തിലാ പറഞ്ഞേ. That is a problem. ഇത് പ്രസംഗിയെ പറ്റി പറയുമ്പോൾ ഇരിക്കുന്ന നിങ്ങൾ എസ്കേപ്പ് ആയെന്ന് ചിന്തിക്കരുത്. ആഴ്ചയിൽ ചെയ്ത തെറ്റിന് പകരം ഞായറാഴ്ച രാവിലെ ഉച്ചത്തിൽ പാടിയ ജലസ് കാണിക്കുകയോ ആവേശം കാണിക്കുകയോ ഭയങ്കര ആവേശം കാണിക്കുക. എന്തിനാ? ശരിയല്ലാത്തത് പലതും മറച്ചു പിടിക്കാൻ അമിതാവേശം കാണിച്ചിട്ട് കാര്യമില്ല. ജീവിതം ക്രമീകരിക്കുന്നതിന് പകരം പരസ്യയോഗത്തിൽ പോയിട്ടും കാര്യമില്ല. നമ്മുടെ യൗവനക്കാർ വരുന്നുണ്ട്. പാസ്റ്റർ രാവിലെയും പറഞ്ഞു, because you gave tracts, your life will not come in order. That's a fact. ഇത് നമ്മൾ അറിയത്തില്ല. ഇന്ന് പ്രസംഗം ഇന്നെന്തോ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു എന്ന് തോന്നുമ്പം എൻ്റെ ജീവിതത്തിലെ പല മേഖലയും അതിൻ്റെ അടിയിൽ പോകും. ഇറ്റ്സ് എ ഡേഞ്ചർ. ഇറ്റ് ഈസ് എ ഡേഞ്ചർ. പ്രാർത്ഥിച്ചു, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പം വാക്ക് ഇങ്ങനെ അങ്ങ് വരുമായിരുന്നു. ഓവറായിട്ട് നമ്മൾ കാണിച്ച് അതിൻ്റെ അടിയിൽ നമ്മളുടെ പല രഹസ്യ ജീവിതങ്ങൾ, രഹസ്യ അറകളെ മറയ്ക്കുന്ന അനുഭവം. ഞാൻ ഒരു ഒബ്സർവേഷനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ: അറിവ്, പ്രാർത്ഥന, പാപം, അമിതാവേശം എന്ന് പറഞ്ഞാൽ ജെന്യൂനായിട്ടായിരിക്കണം. ഞാൻ പറഞ്ഞത് പരിചയത്തിന് പോകണ്ടെന്നല്ല, ശബ്ദം ഉയർത്തി പ്രസംഗിക്കുക തെറ്റാന്നല്ല, ഞാൻ ശബ്ദം ഉയർത്തുന്നുണ്ട്, എല്ലാം നമുക്ക് വേണം. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഫ്രം ദ ഹാർട്ട്. ഹൃദയത്തിൽ ഇതുണ്ടാവണം ആദ്യമേ. അല്ല, ഹൃദയത്തിൽ ഇല്ലാത്തൊന്ന് ഞാൻ ഐ ഷുഡ് നോട്ട് ആക്ട്. ഇനി നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് വരാം. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ ഇത് ഞാൻ ക്ലോസ് ചെയ്യും. പക്ഷേ എന്നോടൊപ്പം നിങ്ങൾ ഇനി ആ പ്രാർത്ഥനയിലേക്ക് വരിക. ഇതുവരെ ചിന്തിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഈ പ്രാർത്ഥന ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നോക്കണമേ, 23-24 വാക്യം ഒന്നുകൂടെ വായിക്കാം.
ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ ആ അറിയണമേ. വാക്യത്തിലെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ ഹൃദയത്തെ, രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞ എൻ്റെ നിനവുകൾ എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ ആർക്കും അറിയാത്ത 2 കാര്യ. ഇന്നിപ്പോ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ വാക്കും എൻ്റെ പെരുമാറ്റവും കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ ആക്സസ് ചെയ്യുമായിരിക്കും, നിങ്ങൾ വ്യാഖ്യാനിക്കുമായിരിക്കും. പക്ഷെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ കൂടെ പോകുന്നത് എന്താ, എൻ്റെ ചിന്തകൾ എന്താ, ആർക്കും അറിയത്തില്ല. പക്ഷെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുന്ന എന്താ അറിയോ? ആരും അറിയാത്ത, ആരും കാണാത്ത എൻ്റെ ഹൃദയത്തെ ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവത്തെ ഞാൻ ക്ഷണിക്കുക. മുമ്പേ ചിന്തിച്ചതിനുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, is the theological understanding of who God is it being reflected in my life? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, is it from my heart? ഞാൻ കാണിക്കുന്ന ആവേശം, is it from my heart or to cover up? ഞാൻ എന്നെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണോ ഈ പ്രാർത്ഥനയും ഈ ആവേശവും ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ശോധന. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ this is a very dangerous prayer. ഡേഞ്ചറസ് പ്രയർ എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഈ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞൊരു ഭാഗം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഹെവൻസ് ഇൻവേഷൻ ഇൻ ടു മൈ പ്രൈവസി. എൻ്റെ സ്വകാര്യതയിലേക്ക് ഞാൻ സ്വർഗത്തെ ക്ഷണിക്കുകയാണ്. നമുക്കിന്നത് ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇതാകണം: കർത്താവേ, എൻ്റെ രഹസ്യ അറകൾ അശുദ്ധി പിടിച്ചു കിടക്കുന്ന ഭാഗങ്ങളുണ്ട്, ഇരുട്ട് പിടിച്ചു കിടക്കുന്ന ഭാഗങ്ങളുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം: കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ. ഈ പ്രാർത്ഥനയിലെ 2-3 വാചകങ്ങൾ മാത്രം നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നോക്കണമേ, അതിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നത്, എന്നെ ശോധന ചെയ്ത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന സെർച്ച് മീ. ഈ സെർച്ച് മീ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടു എക്സാമിൻ, ടു ഇൻവെസ്റ്റിഗേറ്റ്, എക്സ്പ്ലോർ, ഇങ്ങനെ പല വാക്കുകൾ അതിനർത്ഥം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ, ഒരു കേസിൻ്റെ അന്വേഷണം, ഒരു ക്രൈം നടന്നാൽ അത് അന്വേഷിക്കാൻ വരുന്നവർ ആ സ്ഥലത്തെ എന്തോ ചെയ്യും? അരിച്ചു പറക്കും എന്നൊക്കെ പറയുന്നതിൽ എല്ലാ സ്ഥലവും നോക്കി, ഫിംഗർ പ്രിന്റ് ഉണ്ടോ, എന്തെങ്കിലും ബാക്കിയുണ്ടോ, എല്ലാം നോക്കുന്നത് പോലെ ഒരർത്ഥ. ദാവീദ് പറയാ, ദാവീദ് തുറന്നു കൊടുക്കുന്ന ഭാഗം, ആരെയും താൻ ഇതുവരെയും കാണിക്കാത്ത ഹൃദയത്തെ തുറന്നിട്ട് പറയാ: കർത്താവേ, യു സെർച്ച് മീ, യു സെർച്ച് മൈ ഹാർട്ട്, യു സെർച്ച് മൈ ഹാർട്ട്. ഇത് പറയുമ്പോൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് കിടക്കും. ദൈവത്തെ വിട്ടെങ്ങും പോകാൻ പറ്റത്തില്ല. ദൈവത്തിനെല്ലാം അറിയാമെങ്കിൽ ഇന്ന് ഞാൻ ദൈവത്തോട് പറയും, ലോർഡ് യു സെർച്ച് മൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം മുഴുവനായി ദൈവം, കേവലം ചർച്ചിലിരിക്കുമ്പോൾ മാത്രമല്ല, വീട്ടിലിരുന്നപ്പോഴും, ജോലിക്കിരുന്നപ്പോഴും, സ്കൂളിലിരുന്നപ്പോഴും ദൈവത്തിന് എല്ലാം സെർച്ച് ചെയ്യാൻ ഉള്ളൊരു അവസരം കൊടുക്കുക. എൻ്റെ ഹൃദയത്തെ, എൻ്റെ നിനവുകളെ നീ അറിയണമേ, എൻ്റെ നിനവുകളെ നീ അറിയണമേ. എൻ്റെ നിനവുകളെ അറിയണമേ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്താണ്? മീനിങ്, നമ്മളിപ്പോൾ ഈ പ്രാർത്ഥിക്കുക, ദാവീദ് ഉദ്ദേശിക്കുന്ന കാര്യം എത്രയോ, ലോർഡ് ഐ തിങ്ക് ഐ എം വെരി സ്പിരിച്വൽ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വലിയ തീക്ഷ്ണതയുള്ള ആളാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വലിയ അറിവുണ്ടെന്നാ. ദാവീദ് ദൈവത്തോട് പറയാം, ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ഒന്ന് കാണിക്കാമോ? ദ റിയൽ മീ, യഥാർത്ഥത്തിൽ ഞാൻ ആരാന്നൊന്ന് കാണിക്കാമോ? ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എൻ്റെ ഒരു ചിന്തയിൽ കർത്താവ് നമ്മളെ കാണിക്കും. എന്തോ കാണിക്കുന്നറിയോ? ഹി വിൽ റിവീൽ ടു us our jealousy, നമ്മുടെ അസൂയ, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ ദിവ്യാഗ്രഹം, നമ്മുടെ ലോകത്തോടുള്ള മോഹം, ഇതെല്ലാം ദൈവം കാണിക്കും. നമുക്കിത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കേവലം ദൈവത്തെയും ഈ പറയുന്ന കാര്യങ്ങളെയെല്ലാം ഹോളിനകത്ത് മാത്രമാക്കിയത്. ഈ സത്യത്തിൽ ഇതെന്തുവാന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് ലൈക്ക്, ഞാൻ ആദ്യം പറഞ്ഞത്, ഇറ്റ്സ് എ സർജറി പോലെ നടക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണത്തിന് പറഞ്ഞാൽ,
ഫോർ എക്സാമ്പിൾ, യു ആർ ഇൻ എ സർജറി നടക്കുന്ന സ്ഥലത്ത് നിൽക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ദൈവം എടുത്ത് പണ്ടൊരു ട്രാക്ട് ഉണ്ടായിരുന്നു, തമ്പിയുടെ ഹൃദയം. അത് അവിശ്വാസികൾ കാണും, ശരിയാണ്. പക്ഷെ വിശ്വാസി അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ശരിക്കും പ്രാർത്ഥിച്ചാൽ ദൈവം കാണിക്കും, യോ ഇവരൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. യെസ്, വി നീഡ് എ ക്ലെൻസിങ് ടു സീ. നമ്മളെ തന്നെ ഒന്ന് ശരിക്കും കാണാൻ കർത്താവിനോട് പറഞ്ഞാൽ, നമ്മളെല്ലാം മനുഷ്യരാ. അയ്യോ, നമ്മളാരും ഇവിടെ ലോകത്തിൽ വസിക്കുന്നവരാ, ജഡത്തിൽ വസിക്കുന്നവരാ. അറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്ന പാപ സ്വഭാവങ്ങൾ, ജഡത്തിന്റെ മോഹങ്ങളെ എല്ലാം തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച്, കർത്താവേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. അടുത്തായിട്ട് പറഞ്ഞ അടുത്ത ഭാഗം അതിന്റെ ഒന്ന് വായിക്കാമോ? വ്യസനത്തിനുള്ള അതിന്റെ തൊട്ട് മുകളിൽ പറഞ്ഞ എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. എന്നെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു ചേഞ്ച് അസ്. നമ്മളെ ഒന്ന് മാറ്റണമേ എന്ന് അതിൻ്റെ അർത്ഥം. കർത്താവ് എൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്, എന്നെ ഒന്ന് മാറ്റണമേ എന്നുള്ള അർത്ഥം. പുതിയ നിയമത്തിലേക്ക് ഞാൻ പല ഭാഗങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. നമുക്കറിയാം, പത്രോസിന്റെ ലേഖനത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ പരിശോധന നമ്മൾ എന്താക്കുക, പൊന്ന് ശുദ്ധീകരിക്കുന്നത് പോലെ ശുദ്ധീകരിക്കുന്ന പരിശോധനകൾ. ഈ പരിശോധന എന്ന് പറയുമ്പോൾ, പരീക്ഷ എന്ന് പറയുമ്പോൾ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പെയിൻഫുൾ. എന്തോ ഉണ്ടാവും, വേദന ഉണ്ടാവും. ഇപ്പൊ യോബിനെ ദൈവം എന്തോ ചെയ്തു, പരീക്ഷിച്ചു. അബ്രഹാമിനെ ദൈവം എന്തോ ചെയ്തു. അപ്പൊ ഞാൻ പറയാം, കർത്താവ് എന്നെ പരീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി പെയിൻഫുൾ. ഇറ്റ്സ് ഗോയിങ് ടു ബി പെയിൻഫുൾ. ഒരു പക്ഷേ ഞാൻ ദൈവാശ്രയം പഠിപ്പിക്കാൻ ദൈവം എൻ്റെ സാമ്പത്തിക വഴികളെ അടച്ചായിരിക്കാം. വിശ്വാസത്തിന്റെ ജീവിതം പഠിപ്പിക്കാൻ ദൈവം എന്നെ ഹി വിൽ മേക്ക് മീ ഗോ ത്രൂ ഫർണസ്, തീച്ചൂള സമാനമായ സാഹചര്യത്തിലൂടെ കർത്താവ് നടത്തി വിടാം. ദൈവത്തിൽ നമ്മുടെ ആശ്രയം പഠിപ്പിക്കാൻ. അവസാനമായിട്ട് അതിന്റെ അവസാന വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നോക്കണം, 24-ാം വാക്യം. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി. ഈ വ്യസനത്തിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ രണ്ട് നിലയിൽ അത് മനസ്സിലാക്കാം. ഒന്ന്, ഞാൻ പാപം ചെയ്താൽ അത് ആർക്ക് വ്യസനം ഉണ്ടാവും? ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു കപട ആക്ടിങ് ആയിട്ട് നടന്നാൽ ഇറ്റ്സ് പെയിനിങ്, ഇറ്റ്സ് പെയിൻ ഇൻ ഗോഡ്സ് ഹാർട്ട്. അതിൻ്റെ മറ്റൊരർത്ഥം, ഈ പാപ വഴികളിൽ എനിക്കിവിടെ ഇപ്പൊ എല്ലാരെയും പറ്റിച്ച് ഇവിടെ പ്രസംഗിച്ച് തെളിയിച്ച് ഇങ്ങനെ നടക്കാം. പക്ഷെ ഇത് അവസാനം എന്തുമായിട്ട് മാറും? ഇറ്റ് വിൽ എൻഡ് ഇൻ ഗ്രീഫ്. ഇത് വ്യസനമായിട്ട് തീരത്തുള്ളൂ. ഞാൻ മനസ്സിലാകുന്നുണ്ടോ? രണ്ട് നിലയിൽ വേണം നമുക്ക് അതിന്റെ അർത്ഥം എടുക്കാം. യു ക്യാൻ ഫൂൾ എവ്രി വൺ. എനിക്ക് ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഫൂൾ ചെയ്യാം. ഈ പ്രസംഗം നല്ലതായിട്ട് പ്രസംഗിച്ചാൽ മതി, അല്ലെ പാട്ട് നന്നായാൽ മതി. യു വിൽ ഓൾ തിങ്ക് ഇറ്റ് ഈസ് ഓൾ ഗുഡ്. പക്ഷെ വൺ ഡേ യു വിൽ എൻഡ് ഇൻ ഡിസാസ്റ്റർ. ബിക്കോസ് ഞാൻ ചെന്ന് നിൽക്കുന്നത് ആരുടെ മുമ്പിലാ? ഇൻ ഫ്രണ്ട് ഓഫ് എ ഗോഡ് ഹു നോസ് എവറിത്തിങ്. അവിടെ ഇപ്പൊ കാണിക്കുന്ന പെർഫോമൻസ് ഒന്നും നിൽക്കത്തില്ല. ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം, സമയം കഴിയും. എന്തോ എന്ന് പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ, ഐ നോ ഇറ്റ് വാസ് റിയലി ഫാസ്റ്റ്, ബട്ട് ലെറ്റ് മീ ടെൽ യു. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യാം. ഇന്നിവിടെ നമ്മൾ വന്നിരിക്കുക ഉപവാസ പ്രാർത്ഥനയാണ്. നമ്മുടെ ഹൃദയത്തിൽ, ഇവിടെ ഇരിക്കുന്ന ആരുടെയും ഹൃദയത്തിൽ, Lord, I want to lead a holy life. വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹം. ഇന്നിപ്പോൾ പോകുന്ന പോലെ അല്ല, ടു ബി മോർ ഹോളി. ഞാൻ വായിച്ച ഒരു കാര്യം പറയാം. എ ഗുഡ് മാൻ, എ ഹോളി മാൻ ഡിസൈഡ്സ് ടു നോ ദ വേർസ്റ്റ് ഓഫ് ഹിംസെൽഫ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഉള്ളിൽ ആഗ്രഹം എന്തുകൊണ്ടാണെന്ന് അറിയോ? എൻ്റെ ഉള്ളിലെ പാപത്തെ ഒന്ന് കാണാൻ. ഫസ്റ്റ് ഐ നീഡ് ടു റിയലൈസ് ദാറ്റ് ഐ ആം റോങ്. ഇന്ന് നമുക്ക് കർത്താവിനോട് എത്തി ചോദിക്കാം, കർത്താവേ, ഇപ്പൊ പ്രാർത്ഥിച്ച ഈ വായിച്ച പ്രാർത്ഥന പോലെ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ ഒന്ന് ആരാഞ്ഞ് അങ്ങയ്ക്ക് നിരക്കാത്ത, അങ്ങയ്ക്ക് ചേരാത്ത വഴികളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. ഒരു നിമിഷം നമ്മളെല്ലാം ചിന്തിക്കണം. ഒരു ദിവസം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. ഇൻ സൈറ്റ് ഓഫ് എ ഹോളി ഓൾ നോയിങ് ഗോഡ്. എല്ലാം അറിയുന്ന പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നാൾ നമ്മൾ നിൽക്കേണ്ടി വരും. ഇന്ന് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട്, ലോർഡ് റിവീൽ ടു അസ്, കർത്താവേ ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ.
ഇടർച്ചയ്ക്ക് കാര്യമായ രഹസ്യ അറകളിൽ പാപത്തിൻ്റെ സ്വഭാവങ്ങളെ കർത്താവെ ഒന്ന് ജയിക്കുവാൻ, അതിനെ ഒരു സർജറി നടത്തുന്നത് പോലെ ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിച്ച് ആ ഭാഗങ്ങളെ മാറ്റണമെന്നൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, പല മേഖലകളിലും അഴുക്ക് നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ പല മേഖലകളുണ്ട്. പലപ്പോഴും എനിക്ക് തന്നെ എൻ്റെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിയന്ത്രിക്കാൻ പറ്റാത്ത നിരന്തരമായി വീഴുന്ന പാപങ്ങൾ. If you ask to the Lord, Lord, cleanse me this day and give me more of the Holy Spirit to lead a holy life. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Do nothing that you would not like God to see. ദൈവം കാണാൻ ആഗ്രഹിക്കാത്ത ഒന്നും നമ്മൾ ചെയ്യരുത്. ദൈവം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നും നമ്മൾ പറയരുത്. ദൈവം എന്നെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരിടത്തും ഞാൻ പോവല്ലേ. നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? എല്ലാവരും, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ലുക്ക് ഇൻ ടു യുവർ ഓൺ പേഴ്സണൽ ലൈഫ്. മറ്റാരെയും ഇവാലുവേറ്റ് ചെയ്യാനല്ല പറയുന്നത്. എൻ്റെ രഹസ്യ പാപ വഴികൾ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ മാത്രം ഒളിപ്പിച്ചു വെച്ച ചില അറകൾ ഇന്ന് തുറന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാകുമോ? ഒരു വെളിച്ചം അടിക്കുന്നത് പോലെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ബോധ്യങ്ങൾ ഇടുമ്പോൾ, കർത്താവേ, എന്നെ ഞാൻ സമർപ്പിക്കുക. കേവലം അറിവുകളല്ല, പുറമെയുള്ള അഭിനയങ്ങളല്ല, ഓരോ നിമിഷവും അവിടുത്തെ പുത്രന്റെ രക്തത്തിൽ ആശ്രയിച്ച് ശുദ്ധീകരണത്തോടെ വിശുദ്ധ ജീവിതത്തിന്റെ പാതയിൽ നടക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവരുണ്ടോ? കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിവുള്ളവരെയല്ല, വിശുദ്ധ പാത്രങ്ങളെ, കർത്താവിന് വേണ്ടി മാത്രം വേർപെട്ടിരിക്കുന്ന വിശുദ്ധിയുള്ള പാത്രങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.